കോഴിക്കോട് ഫറൂഖ് താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പാർക്കിംഗിന് സൗകര്യമൊരുക്കാതെ അധികൃതർ. പുതിയ കെട്ടിട നിർമ്മാണം ആരംഭിച്ചെങ്കിലും പാർക്കിംഗ് നിർമ്മിക്കാതെ സ്ഥലത്ത് പൂന്തോട്ടം നിർമ്മിക്കുകയാണെന്നാണ് ആക്ഷേപം. അതേസമയം പ്രവർത്തനത്തിൽ അശാസ്ത്രീയത ഉണ്ടെന്ന് ശരിവെക്കുകയാണ് ഫറൂഖ് നഗരസഭ. ശരിക്കും അശാസ്ത്രീയമായിട്ട് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതിനൊരു പ്ലാൻ ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമാണ്. എന്താ പറയുക, ഒരു സിസ്റ്റമാറ്റിക്കലായിട്ടില്ല എന്നുള്ള തോന്നൽ പൊതുവെ അഭിപ്രായമുണ്ട്. നിത്യേന 1000-ത്തിലധികം രോഗികളെത്തുന്ന ആശുപത്രിയാണിത്. ആശുപത്രിയുടെ നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി പുതിയ കെട്ടിടത്തിന്റെ പണി നടക്കുന്നുണ്ടെങ്കിലും പാർക്കിങ്ങിന് വേണ്ട സൗകര്യം അധികൃതർ ഇതുവരെയായും ഒരുക്കിയിട്ടില്ല. പാർക്കിംഗ് സൗകര്യമില്ലെങ്കിലും പൂന്തോട്ടം അടക്കമുള്ള സൗന്ദര്യവൽക്കരണത്തിലാണ് ആശുപത്രി അധികൃതരുടെ ശ്രദ്ധ. ഇവിടെ പാർക്കിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ്? പാർക്കിംഗ് ഇത് മൊത്തം പ്രശ്നമാണ്. ഇപ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡിലാണ് ഇപ്പം രോഗികൾ വരുന്ന വണ്ടിയൊക്കെ നിർത്തിയിരുന്നത്. ഡോക്ടർമാരെ വണ്ടി ഇപ്പോൾ തൽക്കാലം അപ്പുറത്തൊരു പാർക്കുണ്ട്. ആ പാർക്കിലാണ് നിർത്തിയിരുന്നത്. ഡോക്ടർമാരെ വണ്ടി നിർത്തിയിട്ടിരുന്ന സ്ഥലമാണ് ഇവിടെ ഈ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ. അവിടെ പോലും മൊത്തം ഡിസൈൻ വർക്ക് ചെയ്തിട്ട് ചെടി ഉണ്ടാക്കലും മറ്റുള്ള ഓരോ മോഡലൊക്കെ ആക്കിയിട്ടാണ് നിർത്തിയത്. അപ്പോൾ നിലവിലൂടെ ഹോസ്പിറ്റൽ ഉദ്ഘാടനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർക്കിംഗ് വലിയ വിഷയമായി മാറും. ഈ വരുന്ന രോഗികളൊക്കെ അപ്പോൾ എവിടെയാണ് പാർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലാണ് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അനധികൃതമായിട്ടാണ് പാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ പോലീസ് ബോർഡൊക്കെ വെച്ച് രണ്ട് സൈഡും പാർക്ക് ചെയ്യുന്നത്. പക്ഷേ വേറെ സ്ഥലമില്ല പാർക്ക് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും അവിടെ വെക്കും. ആശുപത്രിയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിക്ക് പരിഹാരം കാണാനാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ പാർക്കിംഗ് സൗകര്യമില്ലാത്തത് രോഗികളെ കൂടുതൽ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. പാർക്കിംഗ് ഒരു അപര്യാപ്തത ഉണ്ട്. കാരണം വെച്ചാൽ ഇവിടെ നമ്മൾ സാറിന് റോഡിൽ വന്നു കഴിഞ്ഞാൽ റോഡിൻ്റെ സൈഡിൽ തന്നെ വെക്കുന്നത്. മറ്റേ ഇവിടെ പാർക്കിംഗ് അവിടെ കുറവാണ്. അതിൻ്റെ ബുദ്ധിമുട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ പോലീസിന്റെ ഒരു നിർദ്ദേശമൊക്കെ ഇവിടെ ഉണ്ട്, അതായത് വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉള്ളത്. പക്ഷേ നമുക്ക് വേറെ രക്ഷയില്ല. കാര്യം ഇപ്പോൾ റോഡ് സൈഡിലേ വെക്കാൻ പറ്റൂ. വണ്ടി വന്നപ്പോൾ എങ്ങനെ ഇവിടെ ഒരു സൈഡ് ഓട്ടോറിക്ഷയാണ്. പിന്നെ ആ കുറച്ച് സ്ഥലം ഈ റോഡ് സൈഡിൽ കിട്ടാനുള്ളൂ. വേറെ എവിടെയും കാണാനില്ല പാർക്കിംഗ്. ഈ ഹോസ്പിറ്റലിൽ ഒന്നും കൂടി ഡെവലപ്പ് ആവില്ലേ അപ്ഗ്രേഡ് ചെയ്ത് ഇപ്പോൾ പുതിയ ബ്ലോക്കെല്ലാം വരും. ആ സമയത്ത് എന്തായാലും പാർക്കിംഗ് അല്ലെങ്കിൽ ഒന്നും ഇപ്പോൾ ഗൈനക്കോളജി ഒരു എങ്ങനെയായാലും ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നൊരു ഇതിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും പാർക്കിംഗ് അത്യാവശ്യമാണ്. ഡോക്ടർമാരുടെ വാഹനം ഉൾപ്പെടെ ആശുപത്രിക്ക് മുൻവശമാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. ആംബുലൻസ് വാഹനവും ആശുപത്രിക്ക് മുൻപിൽ തന്നെ. എന്നാൽ ഇത് ശരിവെക്കുന്ന തരത്തിലാണ് ഫറൂഖ് നഗരസഭ. പഴയ എസ്റ്റിമേറ്റ് പ്രകാരമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും പ്രവർത്തനത്തിൽ അശാസ്ത്രീയത ഉണ്ടെന്നും കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെയാണ് പ്രവൃത്തി നടന്നതെന്നും ഫറൂഖ് നഗരസഭ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV അഷ്റഫ് പറഞ്ഞു. ഫ്രണ്ട് ഭാഗത്തെല്ലാം പൂക്കൾ നിർമ്മിക്കാനോ അതുപോലെ ജനറേറ്ററൊക്കെയാണ് സ്ഥാപിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. തീർച്ചയായും ജനറേറ്ററാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത എസ്റ്റിമേറ്റിൻ്റെ ഭാഗമായിട്ടാണ് അത് നടത്തിയിട്ടുള്ളത്. ശരിക്കും അശാസ്ത്രീയമായിട്ട് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതിനൊരു പ്ലാൻ ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ പുതിയ ബിൽഡിംഗ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനോട് ചെറിയൊരു പൂന്തോട്ടമില്ല, ഒരു ഭംഗിയാക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. ഞാൻ ഉള്ള സ്ഥലത്ത് പരിമിതപ്പെട്ട സ്ഥലത്താണല്ലോ എല്ലാ സംവിധാനങ്ങളും ഒരുക്കുക. ആശുപത്രിക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, ജനറേറ്റർ ആയാലും മറ്റ് സംവിധാനങ്ങളൊക്കെ ആ ഉള്ള സ്ഥലത്താണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതൊരു എന്താ പറയുക, ഒരു സിസ്റ്റമാറ്റിക്കലായിട്ടില്ല എന്നുള്ള തോന്നൽ പൊതുവെ അഭിപ്രായമുണ്ട്. ആശുപത്രിക്ക് സമീപമുള്ള തെരുവ് കച്ചവടം മൂലം റോഡിൽ കൂടെ മറ്റു വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇതുമൂലം നേരത്തെ ആശുപത്രിയിലേക്ക് സർവീസ് നടത്തിയിരുന്ന ബസ്സും സർവീസ് നിർത്തിയിരിക്കുകയാണ്. രാഹുൽ മക്കടയ്ക്കൊപ്പം അഭിന പിച്ചറക്കൽ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.